ഞാൻ ഇട്ട ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഉമ്മയാണ്, ഇത് മോളാണ്, കണ്ടാ പറയില്ലല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് അന്ന് പാപ്പും പൂപ്പി എന്ത് പറഞ്ഞു? എന്നെ ഇത് ഫസ്റ്റ് ഞാൻ ആക്കി കൊല്ലായിരുന്നു. നഗക്കിടയിൽ എന്നെ തട്ടി. എന്നിട്ടോ? എന്നിട്ട് ലാസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ പാപ്പും പൂപ്പിയായിട്ട്? ഹെയർ ഒക്കെ ഇങ്ങനെ ചെയ്തു തന്നെ? ഞാൻ പോയിട്ട് പല പോയിപ്പോ ഹെയർ മാത്രം ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത്. ഹലോ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. മേക്കപ്പ് കുറച്ച് ഓവറാണോ ചേട്ടാ? ഞാനിപ്പോഴും സിമ്പിൾ ലുക്കിലാണല്ലോ വരാറ്, പക്ഷേ ഇന്ന് കുറച്ച് എന്താ പറയുക ഗോഡിയായിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു ഇനോഗ്രേഷന് പോവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനോഗ്രേഷന് പോകുമ്പോൾ കുറച്ച് ഗെറ്റപ്പിലൊക്കെ വരണമല്ലോ. ഇവിടെ ഒരു പാവം പട്ടിക്കുട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഓടിയായിരുന്നു എന്നാ. പണ്ടാണെങ്കിൽ ഞാൻ ഓടിയല്ല BMW. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം പേടിയില്ലാത്തതുകൊണ്ടാണ് ഓടിയെന്ന് മാറിപ്പോയത്. എപ്പോഴേ ഞാൻ ഓടിപ്പോയെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് പാപ്പും പൂപ്പിയൊക്കെ വീട്ടിലുള്ള കാരണം അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പാവം ഡിസ്റ്റർബ് ചെയ്യണ്ട. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നേക്കാളും കൂടുതൽ പ്രയോറിറ്റി വീട്ടിലെ പട്ടിക്കുട്ടീസിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇവിടെയും രാജാവായിട്ട് കിടന്നോട്ടെ, ഒരു പ്രശ്നമില്ല, നമുക്ക് വഴിമാറി കൊടുക്കാം, ഒങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വാടാനപ്പള്ളി റൂട്ടിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ തൃശ്ശൂരിൽ നല്ല അടിപൊളി തട്ടുകടയുള്ളൊരു സ്ഥലമാണ് കണ്ടശാങ്കടവ്. ആ തട്ടുകടയുടെ തൊട്ടിപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ, പാലത്തിൻ്റെ താഴെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ അല്ലേ. ഇനി ഞാൻ പറഞ്ഞുതരാം നമ്മൾ എങ്ങടാ പോകാൻ പോണേന്ന്. ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട്, ചാവക്കാടാണ്, ഏനമാവ് റൂട്ടിലെ നിയ ബുട്ടീക്ക് എന്ന് പറയും. അപ്പോൾ ആ ഇനോഗ്രേഷന് നമ്മളെയാണ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്ന് അവിടേക്ക് പോകാൻ പോണേ കേട്ടോ. ആക്ച്വലി ഒരു എന്താ പറയുക 2 ആഴ്ച മുമ്പ് വീട്ടിലൊരു കോളിംഗ് ബെല്ല് വരുവാണ് കേട്ടോ. ഞാൻ തന്നെ വാതിൽ പോയി തുറക്കണേ, നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു അമ്മയും മോളും വന്നിരിക്കുക. കൂടെ എന്താ പറയുക ആ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട്, ജസ്ന, പുള്ളിക്കാരുടെ ഹസ്ബൻഡും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ. കാരണം ഈ നിയ ബുട്ടീക്കിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു അമ്മയും മോളും വന്നിട്ട് ഒരുപാട് കിടിലൻ ഡ്രസ് കളക്ഷൻസ് അതിലിങ്ങനെ കാണിക്കാറുണ്ട്. സോ അങ്ങനെ ഞാൻ റെഗുലർ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഏതായാലും ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യണം നമ്മുടെ നിയ ബുട്ടീക്കിൻ്റെ ഇനോഗ്രേഷൻ എന്നെ വിളിച്ചതിൽ കുറേ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് തന്ന ഡ്രസ്സാട്ടോ. ലക്ഷ്മി ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് അവർ ഡിസൈൻ ചെയ്ത് തന്നതാണ്. കൊള്ളാം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ, നല്ല സ്റ്റാൻഡേർഡ് വർക്കൊക്കെ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കപ്പോൾ ഇനി നേരെ പോവല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കറക്കം അതെനിക്ക് മസ്റ്റാണ്, പോവല്ലേ. അപ്പോൾ നമ്മളിനി നേരെ ചാവക്കാട് പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തായാലും ചേച്ചിമാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭയങ്കര ഇഷ്ടമാവുമെന്ന് അറിയാം. കാരണം നമ്മൾ പെൺകുട്ടികൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും ഡ്രസ്സിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ അറിയാണ്ട് അവിടെ ഇരുന്ന് പോവും. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ തൃശ്ശൂരിൽ ചാവക്കാടുള്ള നിയ ബുട്ടീക്കിലേക്ക് നമ്മൾ പോകാൻ പോണേ. വണ്ടി പോവല്ലേ, റൈറ്റ്, ചീസ്. ഹായ്, വെൽക്കം ടു നിയ ബുട്ടീക്ക്. താങ്ക് യു സോ മച്ച്. ഇത് ഉമ്മയാണ്, ഇത് മോളാണ്, കണ്ടാ പറയില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ എത്തിയിട്ടുണ്ട് ചാവക്കാടുള്ള ഏനമാവ് റോട്ടിലുള്ള നിയ ബുട്ടീക്ക്. ഒരു വാം വെൽക്കമിങ് ആയിരുന്നു. എത്ര പേരാണ് വന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇൻവൈറ്റ് ചെയ്തേന്. അപ്പം ഏറ്റവും ആദ്യം ഇവരാണ് സ്ട്രോങ് പില്ലേഴ്സ് ബിഹൈൻഡ് നമ്മുടെ നിയ ബുട്ടീക്കിൻ്റെ. നമുക്ക് പേര് പറഞ്ഞു തുടങ്ങാം അല്ലേ? ലത്തീഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ്. പോരട്ടെ. എപ്പോഴും കംപ്ലീറ്റ്, അതായത് ഭാര്യയും മക്കളെയൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അല്ലെ ഫ്ലൈ ചെയ്യാൻ ഫുൾ ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ് അല്ലേ? ഓക്കെ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വൈഫിനെ ഒരു ഓൺട്രപ്രണർ ആക്കി മാറ്റിയിട്ടുള്ളത്, റൈറ്റ്? ഇതാണ് എന്താ പറയാ നമ്മുടെ മെയിൻ സ്റ്റാർ എന്ന് പറയണേ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഞാൻ പറയാം, ജസ്ന ലത്തീഫ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ ഓരോ കളക്ഷൻസും. അപ്പൊ ജസ്ന ലത്തീഫ് ആൻഡ് ഇത് നമ്മുടെ നിയക്കുട്ടി. നിയയുടെ പേരിലാണ് ഈ ഒരു ബുട്ടീക്ക് ഉള്ളത്. ആൻഡ് ഇവര് 2 പേരും
നിഷിൽ അഹമ്മദ്. നിഫിൽ. ഇവൻ ഒട്ടും കുറുമ്പില്ല കേട്ടോ. ഇവൻ എന്റെ വീട്ടിൽ വന്നിട്ട് പാപ്പുവിനും പൂപ്പിയും ഭയങ്കര ഫ്രണ്ട്സ് ആയി. ലാസ്റ്റ് പാപ്പും പൂപ്പിയും ഇവന്റെ കൂടെ പോണെന്ന് പറഞ്ഞു. ഇല്ല ഇനി വരില്ല എന്റെ വീട്ടില്. വരും വരും വരും. അപ്പൊ ഇതെല്ലാം ഒഫീഷ്യലി നമ്മുടെ നിയ ബുട്ടീക്കിന്റെ ഒരു ഇനോഗ്രേഷൻ, അതായത് ഇപ്പൊ നിയ ബുട്ടീക്ക് കുറെ വർഷങ്ങളായി ഇവിടെ. അപ്പം നിയ ബുട്ടീക്കിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് നമ്മളിപ്പം അല്ലെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോടെ. നിയയുടെ ബ്രൈഡൽ ഹബ്ബും അതുപോലെ തന്നെ നിയാബിന്റെ റീസെല്ലർ ആൻഡ് റീറ്റെയിലർ ഹബ്ബും ആണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പൊ ഇവിടെ നിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി ചാവക്കാടുകാരുടെ ഭയങ്കര ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഓൾ ഇൻ വൺ ആണ്, എവറിത്തിങ് അണ്ടർ വൺ റൂഫ് അല്ലേ. എന്തൊക്കെയാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? കിഡ്സ് തൊട്ട് ബ്യൂട്ടിക് ഐറ്റംസ് എല്ലാം ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ആക്സസറീസും ഉണ്ട്. നല്ല പെർഫെക്റ്റ് മേക്കപ്പ് ലുക്കിൽ തന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലേ. ഈ ചർമ്മം കണ്ട പ്രായം തോന്നിക്കണ്ടല്ലോ. എത്ര ഒരു മിനിറ്റ് ഞാനൊന്ന് 1 2 3 3 പേരുടെ ഉമ്മയെന്ന് കണ്ടാ പറയില്ല. എന്ത് അസൂയ തോന്നാറുണ്ടോ ഉമ്മ എടുത്ത്? ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. ചിലവര് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ്. അപ്പൊ എന്താ പറയാ, യൂട്യൂബ് ചാനലിലൊക്കെ ലൈവ് ഒക്കെ പോകുമ്പോ ഇങ്ങനെ എന്റെ സിസ്റ്റർ എന്ന് പറയും. സിസ്റ്റർ എന്ന് പറയാറുണ്ട്. കൂടുതൽ ഇവരുടെ വീഡിയോസ് കാണണമെങ്കിലും എക്സ്ക്ലൂസീവ് കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും നിയ ബുട്ടീക്ക് NIYYA ബുട്ടീക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കാണാനും പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണട്ടെ. ഈ സെക്ഷനാണ് നമ്മള് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത്. അവിടെ വരുന്ന ബ്രൈഡൽ ആയിട്ടുള്ള പാർട്ടി വെയർസ് മോഡലാണ്. ഓക്കെ, നൈസ്. അപ്പൊ ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മള് ഇവിടെ വെൽക്കം ചെയ്യാണ് ലക്ഷ്മി നക്ഷത്ര. ഒരു ചെറിയ കൈയ്യാവാട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ചാവക്കാട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. ഞാൻ സ്കൂളിംഗ് എന്ന് പറയുന്ന IAS പബ്ലിക് സ്കൂൾ ചിറ്റലപ്പള്ളിയിലായിരുന്നു. എൻ്റെ ബെഞ്ചിൽ ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നിരുന്ന എല്ലാ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ചാവക്കാടുകാരാണ്. ഞാൻ ഇട്ട ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? ഞാനൊരു സത്യം പറയട്ടെ, ഇതെനിക്ക് ഇവര് ഡിസൈൻ ചെയ്ത് കൊണ്ടുതന്നതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതും എടുത്ത് പറയണം. അത് ചിലർക്ക് ചിലപ്പോൾ പറയുമ്പോൾ അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് അത് ഹോണസ്റ്റ്ലി ഞാനത് പറയണം. ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് വേണ്ടി പാറ്റേൺ ഇവർ തന്നെ ചെയ്തു തന്നതാണ്. ഇന്നലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. നമ്മൾ തമ്മി കണ്ടതിന്റെ കാലത്ത്, അതായത് ഓൾറെഡി ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഈ ഒരു പാറ്റേൺ ചെയ്ത് ഇന്ന് 7 മണിക്കാണ് എൻ്റെ വീട്ടിലെത്തണേ. സത്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഫിറ്റിംഗ് ഓക്കെ ആയിരിക്കോ, കാരണം നമ്മൾ അത്രയും ഒരു പെർഫെക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു സൈഡ് പോലും ടക്കിങ് പോലും ചെയ്യേണ്ടി വന്നില്ല. അത്രയും പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ്, പെർഫെക്റ്റ് ഡിസൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ വേറെ കോസ്റ്റ്യൂം ഇട്ട് വന്നേനെ. പക്ഷെ കാലത്ത് 7 മണിക്ക് എനിക്ക് കോസ്റ്റ്യൂം കിട്ടുന്നു. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ 100% പെർഫെക്റ്റ്. സോ അതിൽ നിന്ന് തന്നെ ഇവരുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. സോ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ഇവിടെ നിയ ബുട്ടീക്ക് തന്നെയുള്ളതാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഘടകം 100% മാർക്കാണ്. നിയ ബുട്ടീക്കിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടുള്ള ഇപ്പോൾ റീറ്റെയിലർ ആൻഡ് റീസെല്ലർ ഹബിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പം വലതുകാലം വെച്ച് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് അവരുടെ ഡിസൈനും പാറ്റേൺസ് ഒക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ തന്നെ വർക്കേഴ്സിനെ കൊണ്ടൊക്കെ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റീസെല് ചെയ്യണേ? റീസെല്ലിങ് ഞങ്ങൾ തുടങ്ങാൻ ഞങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ വന്നത് തന്നെ യൂട്യൂബ് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ യൂട്യൂബിലുണ്ടല്ലോ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 33.3 അല്ലേ? 5 months ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ എത്രത്തോളം പേര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഓരോ പ്രൊഡക്ട്സ് ഉള്ളത് മനസ്സിലാക്കിക്കൂടെ? യൂട്യൂബ് കാരണമാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? അതെ, യൂട്യൂബിൽ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വിത്തിൻ 1 month ഏകദേശം ഒരു 300 to 400 പേര് റീസെല്ലേഴ്സിന് എൻക്വയറി വന്നു. ഓക്കെ, അങ്ങനെ എൻക്വയറി വന്നപ്പോൾ ഒരു 500 കടന്ന സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നിയാണ്
നമുക്ക് എന്തുകൊണ്ട് ചെയ്തോളൂ. നമ്മളെല്ലാ പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഏകദേശം എല്ലാത്തിൻ്റെ ഒരു 50-60 പീസ് മിനിമം ഞങ്ങളുടെ കയ്യിലുണ്ട്. അടിപൊളി. ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഇതിൽ ടോപ്സ് ഉണ്ട്, ജീൻസ്, പിന്നെ കുർത്തീസ് വരുന്നുണ്ട്. കുർത്തീസ് ഉണ്ട്. ഇത് എന്തൊക്കെയാ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് മറ്റുള്ള ബുട്ടീക്സിൽ വെച്ച് നോക്കുമ്പോൾ സംതിങ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ മെയിൻ ആയിട്ട് 3 പീസ് സെറ്റ് ആണ് അധികം പേരും ചോദിക്കുക, ഫുൾ ആയിട്ടുള്ളത്. പിന്നെ കുർത്താസിന് നല്ല മാർക്കറ്റിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് രസം, ബ്ലാക്കിൽ ആ ഒരു എലഗന്റ് വർക്ക് ഒക്കെ വന്നപ്പോൾ ഇത് ഇവിടെ തന്നെ ചെയ്താൽ. അതെ, ഇപ്പൊ പുള്ളിക്കാരി അമ്മയാണോ മോളാണോ ഏറ്റവും നല്ലൊരു പ്രസന്റർ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ യൂട്യൂബ് നോക്കി കഴിഞ്ഞു. നൈസ് കോസ്റ്റ്യൂം, ലുക്കിംഗ് ലൈക്ക് എ ബാർബി ഡോൾ. Everyone was telling that. Everyone was telling that. Okay. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ ഉള്ളത്? കാഷ്വൽ വെയർസ് ഉണ്ട്, അതേപോലെ തന്നെ വെസ്റ്റേൺ തന്നെ വരില്ല, ബോഡിക്കോൺ മോഡൽ വരുന്ന മോഡൽ അങ്ങനത്തെ ടൈപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിലായിട്ടുള്ള മോം ജീൻസ് അങ്ങനത്തെ മോഡലുകളുണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നുള്ളത് കുട്ടി എനിക്ക് കാണിച്ചു തരും, അതായിരിക്കും നന്നാവാ. ഓക്കെ ഓക്കെ ഫൈൻ. 3 പീസ് സെറ്റാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇനിയിപ്പം അടുത്ത നമ്മളിനി നമുക്ക് ബ്രൈഡൽ ബുട്ടിക്കും കൂടെ ഉണ്ട് അല്ലേ? നന്നായിട്ട് എൻക്വയറീസ് ഉള്ളതാണ് ബ്രൈഡൽ ഐറ്റംസിന്. നമ്മുടെ ഞാൻ മിക്ക വീഡിയോസിൽ ഹാൻഡ് വർക്ക് ഉള്ള ഐറ്റംസ് ആണ് ഇടാറ്. ഒരുപാട് എൻക്വയറീസ് ഉള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെ ബ്രൈഡൽ ബുട്ടിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രൈഡൽ ബുട്ടിക്ക് കാണാനാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അങ്ങനെ നിയ ബുട്ടീക്കിന്റെ ബ്രൈഡൽ സ്റ്റിച്ചിങ് യൂണിറ്റ് അല്ലേ? ബ്രൈഡ്സിനൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഒരുങ്ങുന്ന സ്ഥലം അല്ലേ? ഓക്കെ, വെരി നൈസ്. ഞങ്ങൾ മുൻപ് പുറത്തായിരുന്നു, ഇപ്പൊ ഇനാഗ്രേഷനോട് കൂടി ഇവിടെ തന്നെ ആയി. ഞങ്ങൾ തൊട്ടടുത്ത് സ്റ്റോറിന്റെ മേലെ തന്നെ ആയി. ശരി, അപ്പൊ ഇപ്പം ഒരു ആള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്മെറ്റിക്സ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഇവൻ ഡ്രസ് പാറ്റേൺ വരെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് നമുക്ക് ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഹാൻഡ് വർക്ക്സ് ഒക്കെ ഹാൻഡ് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് ലക്ഷ്മിക്ക് തന്നെ അനുഭവമല്ലേ, 3 days കൊണ്ട് കിട്ടിയില്ലേ? बहुत अच्छा डिजाइन है. डिजाइन आप लोग सेलेक्ट कर अच्छा है അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇവിടെ വളരെയധികം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. നമ്മളിപ്പം ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ വളരെ സമയമെടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ചെയ്തു തരും കേട്ടോ. കണ്ടോ, കക്ഷിയൊക്കെ ചെയ്യണുണ്ട്, അത് ആസ്വദിച്ചിട്ടാ ചെയ്യണേ. കണ്ടൊരു ജോലി എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞാൽ പോലും അത് കറക്റ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും 1%, അതിപ്പം പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് ആണെങ്കിൽ വരെ ദൈവാധീനം കൊണ്ട് ഇതുവരെ അങ്ങനെ ലോസ് വന്നിട്ടില്ല. അപ്പം ആ ഒരു 1% എമൗണ്ട് എപ്പോഴും ഇവർ ചാരിറ്റി സംബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പം ഇതിനോടകം 40,000 to 45,000 ഡയാലിസിസിലെ കൺസോൾ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ളതല്ല, മനസ്സിലായി. കൺസോൾ ഇതുവരെ 45,000 ഡയാലിസിസ് കഴിഞ്ഞ 11 വർഷം കൂടി ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ മാസവും എല്ലാ വർഷവും അല്ല, ചെറിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളോടുള്ള ഹെൽപ്പോട് കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ബുട്ടീക്ക് റൺ ചെയ്യുക എന്ന് പറയുമ്പോണ്ടല്ലോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ ഇവർ മെയിൻലി ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് തന്നെ എല്ലാ മാസവും ഇതിൽ നിന്ന് കിട്ടുന്ന 1% ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയാലിസിസ് രോഗികളെയൊക്കെ ആ ഒരു മനസ്സിലുണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ് ടു യു. അപ്പം അതുകൊണ്ട് അതൊരു റീസണും കൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഒരു ബുട്ടീക്ക് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നത് കേട്ടോ. ആൻഡ് ഒരുപാട് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് സൈഡിൽ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് താഴെ ബുട്ടീക്കിലൊക്കെ പോയിട്ട് ബാക്കി എല്ലാ കളക്ഷൻസും കാണാം. അപ്പം നിങ്ങളും കാണാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺ ഏതാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ ഇവിടെ ബുട്ടീക്ക് ചാനലിൽ പോയാൽ മതി അല്ലേ? നീ ആ ബുട്ടീക്ക് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കൊറിയറായിട്ട് അയച്ചു തരും. ഓക്കെ, അപ്പം താഴെ പോവാം.
ബുട്ടീക്കിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. തിരക്കൊക്കെ ഒരു പരിധി വരെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലോറിൽ മാത്രമേ ഇപ്പോൾ തിരക്ക് കുറവുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും മുകളിലൊക്കെ പോയിട്ടുണ്ട്. വലിയ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ക്രൗഡിനെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം ജസ്നത്തൊക്കെയാണ് സ്പെഷ്യൽ മെൻഷൻ കേട്ടോ. ഇതൊക്കെ ഒറ്റയ്ക്ക് പോയി പർച്ചേസ് ചെയ്യോ? അല്ല, ഞാനും ഹസ്ബൻഡും കൂടി പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഹസ്ബൻഡും കൂടെ പോയിട്ട് എവിടെയൊക്കെയാണ് പോവാ യൂഷ്വലി? ഞങ്ങൾ നോർത്തില് മുംബൈ, അഹമ്മദാബാദ്. അതെ, ഇപ്പം ഈ ബോസായിട്ട് അല്ലെങ്കിൽ ഓണറായിട്ട് ഇരുന്ന് കസാരയിൽ ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെലക്ഷൻ വരില്ല. ഇവിടെ ഓരോന്നെടുത്ത് നോക്കിയാലും ഇവരുടെ ഒരു കൈ അല്ലെങ്കിൽ അതിൽ സിഗ്നേച്ചർ ഉണ്ട്. അതായത് സ്വന്തമായിട്ട് പോയി പിച്ച് ചെയ്യണോണ്ടാണ്. അപ്പോൾ കുറച്ച് ആദ്യം നമ്മളിപ്പോൾ നിൽക്കണ പാർട്ടി വെയർ ഇതിലല്ലേ, ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടാലും നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോട്ടോ. എന്ന് വെച്ചാൽ പോക്കറ്റ് കനം കുറയുന്നല്ല, നമ്മുടെ പോക്കറ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇരിക്കും. അത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറേ പാർട്ടി വെയർസ് ഇവരുടെ കയ്യിലുണ്ട്. എനിക്ക് കുറച്ചൊക്കെ സ്റ്റാർ മാജിക്കിൽ ഇടാൻ തന്നു വിടണം. എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു ഷോയിലേക്ക് ഏതാണോ വേണ്ട ലക്ഷ്മി പറയണം, അതിട്ട് ഷോയിൽ നിൽക്കണം എന്നൊക്കെ. അപ്പം കാണിച്ചു തരുമോ കുറച്ച് നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഗതികൾ? ഡെമ്മിന്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക ആദ്യം, ഡെമ്മിസിന് ഇട്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ. ശരി ശരി, എനിക്ക് ആ അറ്റത്തുള്ള ആ ഒരു മെറൂണൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരിക്കും അതിന്റെ പ്രൈസ് ഒന്ന് നോക്കൂ. എന്നാ മെറ്റീരിയലും നമുക്കൊന്ന് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇനോഗ്രേഷന് അതായത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കണ്ണവിടെയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി ഒരു കളറൊക്കെ. ഞാൻ റേറ്റ് നോക്കട്ടെ. ഞാൻ ബോധം കെടുവോ? മാല ഒരു തരാനായിട്ട് മാല ഇല്ല. ഇതൊരു നല്ല കളറാണ്. ടാഗ് എവിടെ? ഇതിന്റെ വേറെ പീസ് അവിടെ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്, വായോ. ഞാൻ അവിടെ പോയി നോക്കിക്കോളാം. നല്ല കളക്ഷൻ അല്ലേ? അത് തന്നെ കളർ. വാവ്, ഒരു പാർട്ടി, അതിപ്പം കാലത്തെ ഫംഗ്ഷൻ ആവട്ടെ രാത്രിയിലെ ഫംഗ്ഷൻ ആവട്ടെ, ഇത് ഭയങ്കര അടിപൊളി ലുക്കായിരിക്കും ശരിക്കും. അതിന്റെ ഇനി റേറ്റ് നോക്കട്ടെ കേട്ടോ. ഒന്നുമില്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 7,000 rupees ഒക്കെ എക്സ്പെക്ട് ചെയ്തത്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ അവിടെ നിന്ന് നിങ്ങൾ 12,000 15,000 എന്നൊക്കെ പറയണ്ടായിരിക്കും. എന്നാ എന്നെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നുള്ളിക്കോളൂ കേട്ടോ. ഇത് എന്താ പറയാ, 2,990 rupees ഉള്ളൂ. ഇതിന്റെ ദുപ്പട്ടാസിന് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട്. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് നല്ലതാണ്, നല്ല 2 ടോൺ മെറ്റീരിയലാണ് വരുന്നത്. സിൽക്ക് മെറ്റീരിയൽ ആണ്. 2 ടോൺ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരിക്കുമല്ലോ. ഇതിൽ എൻ്റെ സൈസും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല പക്ക പെർഫെക്റ്റ് ആയിരിക്കും. ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഒരു നൈറ്റ് പാർട്ടിക്കാണെങ്കിലും മോർണിംഗ് ഒരു എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അത് സ്ലൈറ്റ്ലി ഈ റേറ്റ് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നു. ഈ റേറ്റ് കൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്നേഹവും ചാലിച്ച് വീണ്ടും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ അതിൽപ്പെട്ടേ നമ്മളെ ഡിസൈനർ പീസ് വരുന്നുണ്ട്. അയ്യോ, ഇതും എനിക്കിഷ്ടായി. നൈസ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയണത് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എന്തൊരു ഭംഗിയാ. ഇതിന്റെ റേറ്റ് നോക്കട്ടെ. 4,500 rupees. ഇത് നമ്മൾ വേറെ ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ചാവക്കാട് ആക്ച്വലി ടൗണിൽ തന്നെയാണ്, ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരണേ. നല്ലൊരു ഷെയ്ഡും നല്ലൊരു സ്റ്റഫുമാണ്. സാധാരണ നമ്മളിപ്പോൾ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ പറയും മെറ്റീരിയൽ അത്ര കൊള്ളില്ലായിരിക്കും. പക്ഷേ ഇതും നല്ല മെറ്റീരിയൽ, ഇതും നല്ല മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ? ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എലഗന്റ് ഫീൽ ആയിരിക്കും. സ്ലീവ് ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് നോക്കൂ, ക്വാളിറ്റി കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ നുണ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇടിക്കുമല്ലോ. കാരണം ഇനി നിങ്ങൾ ഇവരുടെ യൂട്യൂബ് ചാനൽ നിയ ബുട്ടീക്ക് അല്ലേ, അതിൽ കൂടെ പർച്ചേസും ചെയ്യാം. അപ്പം മോശമാണെങ്കിൽ എന്നെ ഇടിക്കില്ലേ? അപ്പം അത് കാരണം ഞാൻ ഗ്യാരണ്ടി വെക്കുക. നൈസ്, സൂപ്പർ. എന്തൊരു ഹെവി ആൻഡ് റിച്ച് ഫീലാ. സാധാരണ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും, നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്, ഭയങ്കര ക്ലാസി ആയിട്ടുള്ള വർക്കുമാണ്. ഇതെല്ലാം നിർബന്ധം ഉണ്ടായിരിക്കും അല്ലേ? ഒരു പീസ് ഒരെണ്ണേ ഷോപ്പിൽ പാടുള്ളൂ എന്നൊക്കെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? എല്ലാം ഡിസൈനർ പീസസ് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട സിമ്പിൾ ആണ്, ഹെവി വർക്ക് ഒന്നുമില്ല. പക്ഷെ ഇത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. ചെസ്റ്റിലൊക്കെ താഴോട്ടും കണ്ടോ? കണ്ടോ? ഇവിടെ ഒരു സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട്, ഒരു ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. കൺഫ്യൂഷൻ ആയി പോയില്ലേ? ഇപ്പൊ തന്നെ സ്റ്റാർ മാജിക്കിലേക്ക് 2 ഡ്രസ്സായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇനി
ഈ വൈറ്റ് നല്ല അടിപൊളി ഐറ്റംസ് ആണ്. ഇതെന്താ സംഗതി? വൈറ്റ് അധികം യൂസ് ചെയ്യാറില്ലല്ലോ. ഇതൊന്ന് നോക്ക്. ഇത് സ്കേർട്ടാണ് വരുന്നത്. അടിപൊളി. ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് വരും. നല്ല മിൽക്കി വൈറ്റും പിന്നെ നല്ല മിറർ വർക്ക് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പും ജാക്കറ്റും ക്ലാസി. ലാർജ് സൈസ് ആണ്. എനിക്ക് എന്തായാലും പാകാവും. അപ്പോൾ എനിക്ക് ഈ ജാക്കറ്റാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായി. ഈ ജാക്കറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര സ്റ്റൈലിസ്റ്റ് ഒക്കെ നിൽക്കുക, എന്നാലും ഞാൻ സ്റ്റൈലിങ് ഞാൻ പറയാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ക്രോപ്പ് ടോപ്പിന്റെ കൂടെ ഈ സ്കേർട്ടിന്റെ കൂടെ നമുക്ക് ഇടാം. അതല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടൊരു പിങ്ക് കളർ ഇന്നറോ സ്പെഗറ്റി ഇട്ടിട്ട് നമ്മുടെ ബ്ലൂ ജീനിന്റെ കൂടെ ഇത് മാത്രം ഇട്ടിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, അയ്യോ എല്ലാവരും ചോദിക്കുന്നത് എവിടെ നിന്നാ പർച്ചേസ് ചെയ്തതെന്ന്. അത്രയും അടിപൊളി സംഗതിയാണ്. കണ്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. സൂപ്പർ അല്ലേ? എല്ലാം എനിക്ക് തോന്നുന്നു ഒന്നും റിപ്പീറ്റഡ് ഫാഷൻ ഇല്ല, ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നണേ. ഫുൾ മിറർ വർക്ക് വരുന്നത്. ഓക്കേ, നൈസ്. എല്ലാം ഒന്നിനൊന്ന് അടിപൊളി കേട്ടോ, സൂപ്പർ. ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ ഇതിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ റേറ്റ് എത്രയാന്ന് പറയുന്നില്ല, പക്ഷേ ട്രസ്റ്റ് മീ ഈ ഒരു റേറ്റിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. എങ്ങനെ കൊടുക്കാൻ പറ്റുന്നേ? അല്ല കേട്ടോ, ഇവർ ഒരുപാട് ചാരിറ്റീസും അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ബിസിനസ് മൈൻഡഡ് അല്ലാത്തതുകൊണ്ടാണ്. ഈ ഷെയ്ഡും ഭയങ്കര രസമായിട്ടുണ്ട്. ദുപ്പട്ടയാണോ ഇത്? അതെ, ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. ഇനി അപ്പം ബ്രൈഡൽ കളക്ഷൻ എന്ന് പറയുമ്പോൾ ബ്രൈഡൽ വെയർസ് ഒക്കെ ഈ ടൈപ്പിലൊക്കെയാണ്. ഹെവി കളക്ഷൻ അല്ലേ? അതെ അതെ. ബ്രൈഡൽ വെയർസ് ഒക്കെ സ്റ്റാർട്ടിങ് എത്ര മുതലാണ് തുടങ്ങണേ? ഇവിടെ 3500 മുതൽ തുടങ്ങുന്നുണ്ട്. ഓ, ഇതിന്റെ പ്രൈസ് നോക്കൂ. അയ്യോ, യൂഷ്വലി ബ്രൈഡൽ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോഴേ ഒരു 20-25 ഒക്കെ ശരിക്കും കൊടുക്കണം, നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കിട്ടാൻ. എന്റെ റേറ്റ് 3000 സംതിങ്ങേ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചിമിക്കൊക്കെ ഇട്ടിട്ടുള്ള കാരണം ഇതിന്റെ കൂടെ ചിലപ്പോൾ മാച്ച് ആയിന്ന് വരില്ല കേട്ടോ. ബട്ട് എനിക്ക് ഇങ്ങനെ വെച്ച് വെക്കാൻ ഇങ്ങനെ കുതി തോന്നിട്ട് ഞാൻ വെക്കണം. കണ്ടോ, നല്ല ഷെയ്ഡും ഇപ്പോഴത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഭയങ്കര നല്ലൊരു ഷെയ്ഡായത്. ഫേസിന് നല്ലൊരു കോംപ്ലക്ഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് മിറർ വർക്കിലും വരുന്നുണ്ട്. ലെഹങ്ക ടൈപ്പാണ് വരുന്നത്. ക്രോപ്പ് ടോപ്പ്. നൈസ്. ഇത് നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെയാണോ? വീണ്ടും നല്ല ഫ്രഷ് പീസാണ്. വന്നതേ ഉള്ളൂ, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യല്ലേ? അതെ അതെ. ഞാൻ ഇത് വെച്ച് കാണിച്ചു കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി സംഗതി. സ്കേർട്ട് ഇങ്ങനെ വരും കണ്ടോ. സ്കേർട്ട് ഫുൾ മിറർ ആണ്. ഇതില് സ്കേർട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ സ്കേർട്ട് ഇങ്ങനെ വെക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് ഈ സിൽവർ കളർ മിററുള്ള ഈ ഒരു ഡ്രസ്സിന് എങ്ങനെയാണ് ഗോൾഡൻ കളർ ജിമിക്കി ഇടുകയാണ്. ഇത് ഞാൻ ഈ ഡ്രസ്സിന് ഇട്ട് വന്നിട്ടുള്ള അറ്റയറാണ്. എന്നാലും ഇത് കാണുമ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കാണ് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം അല്ലേ? എനിക്ക് ആ ടോപ്പ് ഒന്ന് തരുമോ? ഓക്കെ. എന്റെ ഭംഗി അറിയണില്ല ഇങ്ങനെ വെച്ചിട്ടേ. ഞാൻ പിടിച്ചുതരാം. കറക്റ്റ് ടൈമിലെത്തും. കുട്ടി ഡിസൈനറാണ് കേട്ടോ ഇവിടുത്തെ. മടെ ഭയങ്കര വലിയ സോളാണ്, എല്ലാ കാര്യം ഹെൽപ്പ് ചെയ്യണ ഒരാളാ. ഇത് നോക്ക്, ഇതിന്റെ ടോട്ടലി ഫ്രണ്ടും ബാക്കും ഫുൾ മിറർ വർക്കാ വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത് എങ്ങനെയാണ് 3000 സംതിങ് 3500 ഉള്ളിലേ ഉള്ളൂ. എങ്ങനെയാ കൊടുക്കാൻ പറ്റണേന്നാ വെച്ച് നോക്കാം നമുക്ക്. അയ്യോ, എന്റെ ദുപ്പട്ട ദുപ്പട്ട എവിടെ ഉണ്ടല്ലേ? റെഡിന്റെ മുകളിലിട്ടോണ്ടി. ഒരു ബ്രൈഡിന് ഇത് മാത്രം മതി. ടു ബി ഹോണസ്റ്റ്, നല്ല കളക്ഷൻ. ഇതിന്റെ കളർ ചേഞ്ചും ഉണ്ട് കേട്ടോ, അത് നമ്മൾ കണ്ടു. പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ഇതിന്റെ ഒരു പേസ്റ്റൽ പിങ്കും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ട് ഫീൽ ആയിരിക്കും. ഒരു പുട്ടപ്പൊക്കെ, ഒരു ചെറിയൊരു നെക്ക് പീസ്. ഇപ്പം റിസപ്ഷന് ബ്രൈഡിന് വരെ വേണമെങ്കിൽ ഇടാം അല്ലേ? അല്ലെങ്കിൽ ബ്രൈഡിന്റെ സിസ്റ്ററിനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 18,000 അല്ലെങ്കിൽ 15,000 എന്തായാലും പറയും. അത്രയും മിറർ വർക്ക് ഉണ്ട്. നൈസ്. ഇതിനൊക്കെ പറ്റുന്ന അടിപൊളി ഇയറിംഗ് അങ്ങനെ ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും. മാല വേണ്ട, ഇയർ പീസ് മാത്രം മതി. അതും ഇവിടെ ഉണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലായിടത്തും നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതും എനിക്ക് ഇഷ്ടമായി.
സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമായി. സ്റ്റാർ മാജിക്കിലേക്ക് കുറച്ച് ഡ്രസ്സ് നമ്മളെ കോസ്റ്റ്യൂംസ് കുറച്ച് കൊണ്ടുപോവാം. അപ്പൊ ഇട്ടിട്ട് വരണം. ഉറപ്പായിട്ടും. ഇനി ഞാൻ വെൽക്കം ടു സ്റ്റാർ മാജിക് എന്നൊക്കെ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിയ ബുട്ടീക്ക് എന്നുള്ള യൂട്യൂബ് ചാനൽ എപ്പോഴും ശ്രദ്ധിക്കണ ഒരു കാര്യമുണ്ട്. അമ്മയും കുട്ടി അയ്യോ അമ്മയും മോളൊന്നും എനിക്ക് വിളിക്കാൻ തന്നെ തോന്നുന്നില്ല. അതായത് ഇവരെ കണ്ടങ്ങനെ പറയൂ ഇല്ല. അപ്പോളേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുള്ളത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറെ കുർത്തീസ് അല്ലേ, അതെനിക്ക് കാണണം. കാണിച്ചോ. എൻക്വയറീസും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുർത്തീസ് ആയിരിക്കും കൂടുതൽ. അങ്ങനെ കാഷ്വൽ ആയിട്ട് ഇടാനാണ് കൂടുതൽ ആഗ്രഹം വരുന്നത്. അപ്പൊ അതിനൊക്കെ പറ്റുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കൂ ഈ മെറ്റീരിയൽ ഒക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ മെറ്റീരിയൽ കേട്ടോ. ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ, നല്ല കളർ കോമ്പിനേഷൻ. നൈസ്. കണ്ടോ മെറ്റീരിയൽ എടുത്ത് പറയണേ, നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ. ഇത് ഫ്രോക്ക് ആയിട്ട് ഇടാം അല്ലേ? അതെ അതെ. ഒരു ഫ്രോക്ക് മിഡി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലക്ഷ്മിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു റെഡിനോട്. അതെ. എന്റെ അടുത്ത് ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു കളർ പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ടോന്ന്. ആകെ കളർ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ബാക്കി പിന്നെ ഞാൻ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് തന്നു. ഇത് നന്നായിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ക്ലോസ് ഒക്കെ കാണിക്കണേ. ഇവിടെ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിൽ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്. ഇപ്പോ ഫ്ലോറൽ പ്രിന്റ് എന്നല്ലേ പറയാ? അതെ അതെ അതെ. ഇത് ഭയങ്കര ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു ഈവനിങ് ഒരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് ഇപ്പൊ രാത്രി നമ്മളിപ്പോ പുറത്തേക്ക് പോവാ അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാ, എന്തിനും നമ്മുടെ അത്യാവശ്യ കാര്യത്തിന് മുകളിലൊരു ഒരു ഹെവി ഒരു പുട്ടപ്പും ഒരു റിങ്ങും മാത്രം മതി. ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്കൊരു 3/4 ലെവലിൽ യൂസ് ചെയ്യാനും പറ്റും. താഴെ പാൻസോ പാൻറ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഫ്രോക്ക് പോലെ ഇടാൻ പറ്റും. നല്ലതാട്ടോ. റേറ്റും ഭയങ്കര 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 റീസണബിളാ. ഇത് നോക്കൂ. നൈസ്. ഇവിടെ വേറെ കാഷ്വൽസ് ആണ്. ഇതൊക്കെ 3/4 മോഡലിൽ വരുന്ന വെസ്റ്റേൺ ആണ് വരുന്നത്. ഓക്കെ, വെസ്റ്റേൺ അല്ലേ? നൈസ് കളർ കോമ്പിനേഷൻ ടു അല്ലേ? അപ്പോൾ ഇത് ഞങ്ങളുടെ വരുന്ന ഒരു ഡിഫറെൻറ്റ് മോഡലാണ്. ഹൈലോ മോഡലിൽ സെൻറ്റർക്ക് ഒരു ടൈ മോഡലിൽ വരുന്നതാണ്. നൈസ് നൈസ് നൈസ്. ഇതും അതിൽ പെട്ടത് തന്നെയാണ്. ഓക്കെ, ബീച്ച് വെയർ. ഇതെല്ലാം കാഷ്വൽസ് ആണ് അല്ലേ? ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് ഓഫ് ഷോൾഡർ ആയിട്ടായിരിക്കും നമ്മൾ ഇടുന്നുണ്ടാവുക. റൈറ്റ്, ഐ ഷോ കം. ജിബിക്ക് ഇട്ടിട്ട് സങ്കല്പിക്കരുത്, ഡ്രസ്സ് മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ കൂടെ റിംഗ് ആട്ടാ പോവാ. നൈസ്, കൊള്ളാം. ഞങ്ങളുടെ അപ്പം മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കുറേ മിറർ വർക്കിൽ വെസ്റ്റേൺ വരുന്നതാണ്. അങ്ങനെ പല മോഡലുകൾ അങ്ങനെ വരുന്നുണ്ട്. ആ ബ്ലാക്ക് എടുക്കൂ. നൈസ്, കണ്ടോ? സൂപ്പർ അല്ലേ? ഇതും അതെ, ഫോർമൽ ആയിട്ടും പറ്റും കാഷ്വൽ ആയിട്ടും പറ്റും. ഇത് കൊള്ളാം. ഇനി ഇതാണ് ബഡ്ജറ്റ് ബൈ കുർത്തീസ് അല്ലേ? അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ സംഗതി. ഒരുപാട് എന്താ പറയുക, വെസ്റ്റേൺ വെയർസ് കാഷ്വൽ വെയർസ് ഒക്കെ ഉണ്ട്. മുകളിൽ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് കുർത്തീസ് ഉണ്ട് അല്ലേ? കുർത്തീസ് എത്രയാണ് സ്റ്റാർട്ടിങ് വരണേ? 190 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കുർത്താസ്. 190. അമ്മോ, വീട്ടിലിടാൻ എനിക്ക് തോന്നുന്നു ഒരു 190 കിട്ടും. 100 rupees മുതൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നു. കിട്ടും, പക്ഷെ പുറത്ത് എവിടെയും കിട്ടില്ല. ഓക്കെ, അപ്പൊ എനിക്ക് കാണിച്ചൊരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് കുർത്തീസ്. 190. ഇപ്പോ ലക്ഷ്മി കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ 500 rupeesന് 3 കുർത്താസ് വെച്ച് കൊടുത്തിരുന്നു. കണ്ടിരുന്നോ? അതെ, നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ആ പ്രാവശ്യം 600 പീസാ പോയത്. ഓക്കെ, ഇവിടെ പർച്ചേസും നടക്കൂട്ടെ, ഇവർ അതും ചെയ്യാനുണ്ട്. അപ്പോ ഇപ്പം എനിക്ക് കുറച്ച് കാണിച്ചു തരുമോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ എന്ത് സിമ്പിൾ മോഡലാണ്, പക്ഷെ ക്വാളിറ്റി ഉള്ള ക്ലോത്തും ആണ്. നല്ല അടിപൊളി ക്ലോത്തിലാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടോ? ഇതിങ്ങനെ കുർത്തി മാത്രമായിട്ട് വരണം. ഞാൻ വീണ്ടും ഞെട്ടി. റേറ്റ് കാണുമ്പോണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദിസ് ഇസ് നൈസ്. മനസ്സിലായിട്ടില്ല ആ ഒരു കോമ്പിനേഷൻ?
ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസ് കുർത്താസ് ഉള്ളത്. ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. ലക്ഷ്മി, ഞാൻ വേറൊരു ടൈപ്പ് ഇക്കത്തിൽ ഒരുപാട് പേര് ചോദിക്കുന്നൊരു നല്ല അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഇക്കത്ത് കളക്ഷൻ. ഈ പ്രിന്റിനെയാണ് നമ്മൾ അങ്ങനെ പറയാ കേട്ടോ. ഇതിന് ഒരു ബെൽറ്റൊക്കെ വന്നിട്ട് ഉണ്ടോ? ഓഹോ, കൊള്ളാലോ. നോക്കൂ. ഓ, വെറ്റ് പാൻസ് ആണ് കൊടുക്കണേ. അതെ അതെ, സെറ്റാണ്. സെറ്റാണ്, ഫുൾ സെറ്റായിട്ട്. അടിപൊളി. ഈ ബെൽറ്റും കൂടെ വന്ന് സ്റ്റൈൽ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ വരുന്നതാണ് ഈ ടൈപ്പിൽ. നോക്കൂ, ഇതിന്റെ പ്രൈസ് ഒക്കെ നോക്കൂ. പ്രൈസ് നോക്കട്ടെ. നെട്ടുണ്ട. ഓ, 700 rupees. വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊരു സ്റ്റാൻഡേർഡ് പ്രിന്റ്. ഇൻഡിഗോ പ്രിന്റ് അല്ലേ? ഇൻഡിഗോന്റെ വേറൊരു വേരിയേഷൻ ആണ് ഈ വരണേ. ഇതിലേക്ക് ദുപ്പട്ട വരുന്നുണ്ട്. ടൈറ്റ് ആക്കിയിട്ടിടുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കുക. അടിയിലെ പാൻസും. ഓ മൈ ഗോഡ്, സൂപ്പർ. ഭയങ്കര എന്താ പറയാ, ഈ നമ്മളിപ്പം HR ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓഫീസിലേക്ക് കാഷ്വൽ ആയിട്ട് പോകാനാണെങ്കിൽ ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കേട്ടോ. നല്ലതായിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി, ഇതാണ് നമ്മളെ 1000-ന്റെ താഴെയുള്ള ഐറ്റംസ്. ബിലോ 1000 ഇതില് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയം ഉണ്ടോ? ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു കണ്ണൂർക്ക് അനുക്കുട്ടിയെ കാണാൻ വേണ്ടിട്ട്. അന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു സൽവാർ ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നെ. ഞാൻ റേറ്റ് നോക്കട്ടെ. അയ്യോ, എന്നെ പറ്റിച്ചു. സത്യം പറയട്ടെ, ഞാൻ ഇതിന്റെ ഇനി എന്റെ വീഡിയോ ചെയ്യാനുള്ള മൂഡ് മൊത്തം പോയി. അമ്മ സത്യമായിട്ടോ, ഇതിന്റെ 3 ഇരട്ടി വില കൊടുത്തിട്ടാണ് ഞാൻ ആ കുർത്തി വാങ്ങിയത്. ഈ 890 into 3 കൊടുത്തിട്ടാണ് ഞാൻ ആ കുർത്തി വാങ്ങിയത്. എന്റെ മൂഡ് മൊത്തം പോയി. നോക്കൂ, ഈ സെയിം ആണ് ഞാൻ ഇട്ടിരുന്നത്. ഒരു ഡിഫറൻസും ഇല്ല. നല്ല, ഞാൻ ഇട്ടതിനേക്കാളും നല്ല മെറ്റീരിയൽ. 890 ഉള്ളൂ. എന്ത് രസാ. ഒരു അംബ്രല്ല ഫിനിഷാ വരണേ. നൈസ്. ഓക്കെ, പിന്നെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ? അതായത് ബൈ പ്രൊഫഷൻ ഇദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഈ സിവിൽ എഞ്ചിനീയറിൽ നിന്നും എങ്ങനെ ഒരു ബൊട്ടീക് കോർണറായിട്ട് മാറി? ആ ഒരു ബ്രില്യൻസ് ആണോ, അതോ വൈഫിന്റെ ഈ ഒരു കഴിവ് കണ്ടിട്ട് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തതാണോ? എങ്ങനെയായിരുന്നു ലത്തീഫ് ക? അത് ഞാൻ നമിച്ചു കേട്ടോ. അതിന്റെ പുറകിൽ ചെറിയൊരു കഥ ഉണ്ട്. ചെറിയ കഥയാണ്. നമുക്ക് 1/2 മണിക്കൂർ എപ്പിസോഡേ ഉള്ളൂ. ഇവളെ മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴേ, ഓക്കെ, ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പ്? ലവ് മാരേജ് ആയിരുന്നു. കുട്ടിയുള്ള കാരണം അങ്ങനെയൊക്കെ. അങ്ങനെ അവള് വന്ന സമയത്ത് ഇത്ര നേരം ഉണ്ടല്ലോ. അതായത് ഞാൻ ഒരു കാര്യം വിട്ടെ, ഇത്ര നേരം അതായത് ടോക്ക് അധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. നമ്മള് ഈ റേറ്റിന്റെ കാര്യത്തിൽ ഞാൻ ദൈവമേ, ഞാൻ ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്തൊക്കെ ഇത്രയും വില കൊടുത്തിട്ടാണല്ലോ എന്നൊക്കെ കുറച്ച് വിഷമമായിരുന്നു. കഥയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. യു ക്യാരി ഓൺ. ചെറിയ കഥ. ഞങ്ങളുടെ കുട്ടികളാണ്. വന്ന സമയത്ത് ചെറിയൊരു ഡയറി അവളെ കയ്യിലുണ്ടായിരുന്നു. പണ്ടത്തെ പ്രേമലേഖനൊക്കെ കളക്ട് ചെയ്ത അങ്ങനല്ല, ഇവളുടെ ഒരു ഡയറി. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. മിസ്സസ് ജസ്ന ലത്തീഫ് ആയതിനു ശേഷമുള്ള കാര്യമാണ്. വരുമ്പോ ഡയറി ആയിട്ടാ വന്നത്. ഞാൻ ജസ്റ്റ് മറിച്ചു നോക്കിയപ്പോഴേ അതിൽ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ കുറെ ഫോട്ടോസ്, വനിത, പണ്ടത്തെ വനിതയുടെ, അതേപോലെ ഗൃഹലക്ഷ്മിയുടെ ഒക്കെ മറ്റേ പല കേൾക്കുന്നുണ്ടോ? എല്ലാം കേട്ടു. പല ടെക്സ്റ്റൈൽസ്. എന്താ കേട്ടെ? ഇമ്പോർട്ടന്റ് കാര്യം കുട്ടി കേട്ടോ. എന്തൊക്കെ ഫോട്ടോ ഉണ്ട്. ഉമ്മയുടെ എല്ലാ കഥയും പറഞ്ഞു. കണ്ടിരുന്നു ബുക്കിന് എന്താ ഒരു ഫോട്ടോ കണ്ട അതില് കൊറേ ഡ്രസ് ഉണ്ട്. അപ്പൊ ഉമ്മാനോട് ഇതെന്തൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇനി ഇതൊക്കെ വാങ്ങാനുള്ളതാണ്. ഷോപ്പ് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന്റെ പുറകില് അതൊരു കഥയാണ്. ഇവള് ഈ ഒരു കൊറേ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട്, അപ്പൊ ഞാൻ ചോദിച്ചത് ഇതെല്ലാം എന്തിനാണ്? അപ്പൊ എന്നോട് പറഞ്ഞെന്താ അറിയോ, ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങാനുള്ള. ഇങ്ങനെ ഒരാളെയാണ് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരുന്നത്. ATM കാർഡ് അവിടെ. അന്ന് പിന്നെ ATM കാർഡ് ഇല്ല. അതൊക്കെ ഒരു കഥയാണ്. പക്ഷെ ഇപ്പോ അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് കൊടുക്കാൻ കഴിയും. ഒരുപാട് തൃപ്തി. ബൈ പ്രൊഫഷൻ ഇദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. പക്ഷെ അന്നേ ഇത്തക്ക് ഇങ്ങനെ ഈ ഡ്രസ്സിനോടും ഡിസൈനിങ്ങിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ സിവിൽ എഞ്ചിനീയർ ഒരു കാര്യം ചെയ്തു. സിവിൽ എഞ്ചിനീയറിന് ഈ ജനലിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ എത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പാകത്തിന് ഒരു കുട്ടി കിട്ടും. ഈ കഥ വന്നപ്പോ എടുത്ത് പറഞ്ഞു അവിടെയാണ് ഓഫീസ് ഇട്ട പുള്ളിയുടെ. ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അതെന്തിനാ ഡയറക്റ്റ് നോക്കണേ? വീട്ടിൽ പോയി നോക്കിയപ്പോ സമാധാനത്തിന്
അല്ലേ അങ്ങനെ വേണ്ടേ? പിന്നെ അല്ല. എന്നിട്ട് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് രാവിലെ ഞാനൊരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, ഒരു 10 മണിക്ക് വരെ ബിസിനസ് തന്നെയാണ്. ഓക്കെ, അതായത് ആ ജനലിൽ കൂടെ ഇരുന്നിട്ട് ആ സിവിൽ എഞ്ചിനീയർ ബിസിനസ്. അല്ല ലക്ഷ്മി, അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. 300 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയതായിരുന്നു, ഇപ്പോ 3000-ലെത്തി. ഗ്രേറ്റ്. ഇവരുടെ ഹാർഡ് വർക്കും ഈ ഒരു ഫാമിലിയുടെ യൂണിറ്റിയും തന്നെയാണ് ഒരു 300 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയിട്ട് ഇപ്പതാ 2 നിലയായി 3000 സ്ക്വയർ ഫീറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. യൂട്യൂബ് ചാനൽ നിയ ബുട്ടിക് NIYA എന്നുള്ള യൂട്യൂബ് ചാനൽ ഇപ്പം ഒരു 4 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പതാ 33,000+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി കൂടെ അല്ലേ? അങ്ങനെ നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു ഫാദറാണ്, നല്ലൊരു ബിസിനസ്മാൻ ആണ്, നല്ലൊരു സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയർ പണി പറഞ്ഞിട്ടില്ലല്ലോ പാർട്ട് ടൈമിലാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യാറ്. പക്ഷെ സമ്മതിക്കണം കേട്ടോ, രണ്ടും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഹാറ്റ്സ് ഓഫ് ടു യു. അപ്പം ഒരുപാട് നല്ല കളക്ഷൻസും ഉണ്ട്. രണ്ടുപേരും കൂടെ പോയിട്ടല്ലേ? എനിക്കുള്ളതാണോ? അവൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാന്നൊക്കെ. ഇഷ്ടപ്പെട്ടോ? എന്റെ വീട്ടിൽ വന്നിട്ട് അന്ന് പാപ്പും പൂപ്പിയും എന്ത് പറഞ്ഞു? എന്നെ ഇത് ഫസ്റ്റ് ആക്കി കൊല്ലായിരുന്നു. നഗക്കിടയിൽ എന്നെ തട്ടി. എന്നിട്ടോ? എന്നിട്ട് ലാസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ പാപ്പും പൂപ്പിയായിട്ട്? ഹെയർ ഒക്കെ ഇങ്ങനെ ചെയ്തു തന്നെ? ബ്യൂട്ടി പാർലർ പോയിപ്പോ ഹെയർ മാത്രം ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത്. ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? സ്ട്രൈറ്റ് ഒക്കെ ചെയ്തോ? ഞാൻ കണ്ടല്ലോ ഒന്ന് സ്ട്രൈറ്റ് ഒക്കെ ചെയ്തെന്ന ആള് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുത്തല്ലോ. കണ്ടല്ലോ. ഫ്രണ്ടില് പല്ലെടുപ്പ് ആ പൊട്ടി പറഞ്ഞു പോയിന്ന്. ചിരിച്ചു കാണിച്ചു കൊടുത്ത എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്കെ, ക്യാമറയില് പോയിട്ട് ഇത് അവിടെ പോയിട്ട് ഞങ്ങളുടെ നിയ ബുട്ടിക്ക്. അയ്യോ ക്യാമറ തല്ലല്ലേ, ഇങ്ങോട്ട് കാണാൻ വരിക. ഇവിടെ വന്നിട്ടേ എല്ലാരോടും ചോദിക്കൂ ഞങ്ങളുടെ നിയ ബുട്ടിക്ക് ഇഷ്ടായോ ചോദിക്കൂ. എല്ലാവർക്കും ഞങ്ങളുടെ നിയ ബുട്ടിക്ക് ഇഷ്ടായോ? ഇഷ്ടായിന്ന്. അപ്പൊ താങ്ക് യു പറയൂ. താങ്ക് യു. എല്ലാരും വരണേ എന്ന് പറയണേ. എല്ലാരും വരണേ. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കണേ എന്ന് പറയണേ. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കണേ. നോക്കിട്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ അച്ഛനും ഈ അമ്മയ്ക്കും ഈ മോൾക്കും ആക്ച്വലി മാർക്കറ്റിംഗ്, അതായത് ഇവര് മാർക്കറ്റിംഗിലല്ല, ഇവർ ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണത്. പക്ഷെ ഇവൻ വളർന്നു വരുന്ന ഒരു ബുദ്ധിമാനാണ്. അടുത്തൊരു കഥ ഉണ്ടായി. എന്താ? ഞങ്ങളൊരു ഇവന്റെ ഡയറി ബേക്കറി പോയി. ആ ബേക്കറി കുറെ ഐറ്റംസ് പർച്ചേസ് ചെയ്തപ്പോഴേ അവൻ എന്റെ ഫ്രണ്ടാണ്. അവനൊരു 5 രൂപയുടെ മിഠായി കൊടുത്തു. അവൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അത് ഗിഫ്റ്റ് ആണ്. അവിടെ പോയി 5 രൂപ മിഠായി ഫ്രീ ആയി തന്നെ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇത് വേണ്ട കുറച്ചുകൂടി വലുതാണ്ട് വാങ്ങി ഫ്രീ ആയിട്ട് എടുത്തോണ്ട്. ഫ്രീ അല്ലേ? അത് 20 രൂപ മിഠായി വാങ്ങി വന്നു. അത് തിരിച്ചു കൊടുത്തു. അങ്കമാലിയിലെ അമ്മാവനാരാന്ന് പറഞ്ഞേ. ചക്കരയാണ് കേട്ടോ. നീ കുറച്ചും കൂടെ നേരത്തെ വരണ്ടേ? ഞങ്ങളിവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിയാണെങ്കിൽ മിണ്ടാനും പറയാനും ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ നേരത്തെ വരണ്ടേ? ഷൂട്ട് ചെയ്യുമ്പോ ഇതന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. അത് കാരണം ഇവര് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. ആ ഡോർ ആരോ തുറന്നു വിട്ടു തോന്നുന്നു. ഓക്കെ ശരി, കണ്ടോ? ഓക്കെ, അവളെ പേര് മറന്നുപോയി ഞാൻ. വീട്ടിലെന്താ വിളിക്കാ? നിഫൂന്ന്. അപ്പൊ നമ്മളിനി ഇപ്പൊ ഇവിടെ കുറെ കുർത്തീസ് ഒക്കെ കണ്ടു കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കുറെ കുർത്തീസ്, കാഷ്വൽ വെയർസ് ഒക്കെ കണ്ടു. ഇതിന്റെ കൂടെ വെസ്റ്റേൺ ടോപ്സും കുറെ അവിടെ ഉണ്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലേ? എവറിത്തിങ് ഓക്കെ. അപ്പൊ സിവിൽ എഞ്ചിനീയർ ഇനി എവിടെയോ ഒരു എന്തോ ഒരു കോൺട്രാക്ടറിനോട് സംസാരിക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ബിസി മാൻ. അപ്പൊ ഇതാണ് ഇപ്പൊ ട്രെൻഡിലുള്ള ഡ്രോ സ്ട്രിംഗ് ക്രോപ്പ് ടോപ്പ്. ഓക്കെ, ഓരോന്നിനും ഓരോ പേര്. ജീൻസിന് ടോപ്പ് എടുക്കാൻ പോവാ എന്ന് പറയും, പക്ഷെ ഓരോന്നിനും പേരുണ്ടെന്നുള്ളത് വൈകിട്ടാണെങ്കിലും നമ്മൾ അറിഞ്ഞു. പേരെന്തായിരുന്നു? ഡ്രോ സ്ട്രിംഗ് ക്രോപ്പ് ടോപ്പ്. യാ അത് തന്നെ. ഓക്കെ, ഇത് നല്ല പെർഫെക്റ്റ് ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയാണ്. ഇതിൽ എലാസ്റ്റിക് ഉണ്ട്. സോ എല്ലാം ഒരു ഫ്രീ സൈസ് ആയിരിക്കും, ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റും. അപ്പൊ ഇനി നിയ ബുട്ടീക്കിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ആണ്. NIYA.in. നിയ ബുട്ടീക്ക്
സിംപ്ലി സ്റ്റണ്ണിങ്. ഇന്നത്തെ എൻ്റെ ഈ ഒരു ഡേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ചാവക്കാടുള്ള നിയ ബുട്ടീക്കിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷൻ. ഉള്ളിൽ തട്ടി പറയാനുണ്ട്. പിന്നീടല്ലോ ഇവിടുത്തെ ഒരു പ്രത്യേകത, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. കണ്ടോ, ഇവിടെ ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട്. അതിപ്പോൾ ഹെവി ജ്വല്ലറി, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ്, പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസിൽ നിന്ന് 190 റുപ്പീസുള്ള കുർത്തീസിൽ നിന്ന് നമ്മൾ തുടങ്ങും. ഒരു ഹെവി പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടൊരു ഹെവി പാർട്ടി വെയറിന് 3200 റുപ്പീസാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യണോ, ഇവിടെ ദാ നോർത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വർക്കേഴ്സും എല്ലാവരും ഉണ്ട്. എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തു തരും കേട്ടോ. അപ്പം ഐ എം വെരി ഹാപ്പി. ആൻഡ് ഞാൻ കുറച്ച് ഡ്രസ്സ്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇനിയിപ്പോൾ ദാ സ്റ്റാർ മാജിക്കിൽ ഇടാൻ പോവാണ്. കേർട്ടസി ആയിട്ട് എന്തായാലും എന്താ പറയുക, ലക്ഷ്മി ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇടണം നിത്ത വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താ പറയുക, ഞാനിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായി. ഹാപ്പിയാണോ? ഓ ഷുവർ. എന്നും ഇവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ടാവും. കുർത്തീസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ സ്കേർട്ട്, ടോപ്പ്, വെസ്റ്റേൺ വെയർസ്, എന്തിനേയും ഇവർ രണ്ടുപേരും കൂടെയാണ് വീഡിയോസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കാം. ഇപ്പം ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പം എന്തായാലും ഞാനിനി ബൈ പറയുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചാവക്കാട് വന്നിട്ട് കുറേ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റി. കുറേ ലേറ്റസ്റ്റ് കളക്ഷൻ, അപ്ഡേറ്റഡ് കളക്ഷൻ കണ്ടു. കുറച്ച് വിഷമം വന്നത് ഇതിൻ്റെ സിമിലർ പാറ്റേൺസ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ എത്രയോ രൂപ കൊടുത്ത് വാങ്ങിയിരുന്നു വേറെ ഷോപ്പിൽ നിന്ന്. ആ ഒരു വിഷമം എനിക്ക് ചെറുതായിട്ട് വന്നു. പക്ഷെ കുഴപ്പമില്ല, ഇനി ആ വിഷമമൊക്കെ മാറ്റാം. യെസ്, എൻ്റെ കിറ്റൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി സ്റ്റാർ മാജിക്കിൽ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് സെറ്റാണോ? ബില്ലൊന്നും ഇല്ല, കേട്ടസിയാ. ബില്ലെല്ലാം ഒക്കെ അല്ലല്ല. ഇപ്പം ബില്ല് തരാനാണെങ്കിലും എന്റെ കൂടെ വന്ന ഒരു സെക്കൻഡ്സ് എങ്ങാനും കൊടുക്കേണ്ടി വരും. ഇത്ര പർച്ചേസ് ചെയ്താലും അത്ര റേറ്റ് വരുള്ളൂ എന്ന് എനിക്കറിയാം. അതും കറക്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റോറിൽ നിന്ന് എന്ത് ഐറ്റം പുറത്തിറങ്ങണമെങ്കിൽ ബില്ല് അടിക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല. അത് വേണം. ശരി. ഇനി എന്റെ വക ഞാനൊരു ഗിഫ്റ്റ്, നമ്മുടെ ഒരു പെർഫ്യൂം ഒരു ഗിഫ്റ്റ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ പെർഫ്യൂം ഇത് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നോക്ക്, ഇതിന്റെ ഇതാണ് ഫേവറേറ്റ്. ഒന്ന് കാണട്ടെ. അൽ മിസിയാൻ. ഒരുപാട് ടൈം ഇത് ലാസ്റ്റ് ചെയ്യും. നന്നായിട്ട് ഷോന് പോയിട്ടുണ്ടല്ലോ, ഏകദേശം കൊറോണ വന്നതിന് ശേഷം 2 വർഷമായി. പെട്ടെന്ന് അവിടുത്തെ മോൾസ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. സൂപ്പർ കേട്ടോ, ഭയങ്കര സ്മെല്ല്. അതായത് ചില ഊതൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു തലക്കടിക്കും. കറക്റ്റ്, ഒരു കുത്തൽ വരും. പക്ഷെ ഭയങ്കര ലൈറ്റ് ആൻഡ് ക്ലാസി സ്മെൽ. അപ്പൊ ഇവിടെ ഊതും പത്രമൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ ഇപ്പൊ എവിടുന്ന നിങ്ങൾ പർച്ചേസ് ചെയ്യണേ? ബോംബെ ഡയറക്റ്റ് ഞങ്ങൾ ബോംബെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴേ അത് കുറച്ച് നല്ല സ്മെല്ല് നോക്കിയിട്ട് കുറച്ച് ഐറ്റം വാങ്ങി വരും. നൈസ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. താങ്ക് യു സ്വീറ്റ് ഹാർട്ട്, താങ്ക് യു സോ മച്ച്. ലെഫ്റ്റ് ഹാൻഡ് താങ്ക് യു സോ മച്ച് സ്വീറ്റ് ഹാർട്ട്, താങ്ക് യു. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയേ. എന്തായാലും ഞാൻ പോകുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഇനിയിപ്പം നമ്മുടെ ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്തു. നിയ ബുട്ടീക്കിലെ മെമ്പേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായി. അപ്പം ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ നിയ ബുട്ടീക്ക് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. സോ ഇവരുടെ ലിങ്കും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ട് വീട്ടിലേക്ക് എത്തും സംഗതി, അല്ലെങ്കിൽ കൊറിയർ അയച്ചു തരും കേട്ടോ. അപ്പം ടാറ്റാ ബൈ. ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ല, ഈ ഒരു ഞാൻ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരു ഫുൾ ഡേ ഞങ്ങളൊപ്പം ചെലവഴിച്ചിട്ടോ. താങ്ക്സ്. ഇവരുണ്ടല്ലോ സൽക്കരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രീറ്റൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇതാ ഇനോഗ്രേഷന് വന്ന ഞാനാണ് തിരിച്ച് കൈ നിറയെ സ്റ്റാർ മാജിക്കിലേക്കുള്ള കോസ്റ്റ്യൂംസും കൊണ്ടാണ് നമ്മളിനി തിരിച്ച് പോകാൻ പോണേ. അപ്പം താങ്ക് യു സോ മച്ച്. ബാക്കി ഇനി വഴിയെ സ്റ്റാർ മാജിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇത് താങ്ക് യുടാ. അപ്പൊ ഇനി പിന്നെ കാണാം. അപ്പൊ തൃശ്ശൂർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അന്നും നമ്മുടെ നിഫുവിന് കൊടുത്ത വാക്കുണ്ട്, എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇനി നിഫുവിനെ കൊണ്ട് എന്തായാലും വീട്ടിലേക്ക് വരണം. പൂപ്പിയും പാപ്പുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ടുണ്ട്. നിഫു ഞാൻ പോവാ. അമ്മനോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ദേ ഞാൻ നിഫു സ്റ്റാർ മാജിക്കിൽ എന്നൊക്കെ എടുത്തിട്ട് വരികയാണ്. ഇനി മുതൽ ലക്ഷ്മി ചേച്ചി ഈ കോസ്റ്റ്യൂം ഒക്കെ ഇരിക്കുന്നത്. ഞാൻ തന്നെ അവൻ യൂട്യൂബിൽ എന്നൊക്കെ എടുത്തിരിക്കുക. അപ്പം ഞാൻ പോവാണ്. നിഫുക്കുട്ട ബൈ ബൈ പറയുന്നത് ശരി കേട്ടോ. അപ്പൊ എന്തായാലും ഇറങ്ങാണ്. അപ്പൊ സീ യു സൂൺ ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയും കോസ്റ്റ്യൂംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ അടുത്ത് വെഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരൊക്കെയാണ് അല്ലെങ്കിൽ ചാവക്കാട് കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിയയിലേക്ക് വരാം. അതല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇന്ന് ഞാൻ കാണിച്ചതോ അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലുള്ളതോ ഏത് കളക്ഷൻ വേണമെങ്കിലും ജസ്റ്റ് NIYYA അങ്ങനെയല്ലേ പറയാ. അപ്പോൾ നിയ ബുട്ടീക്ക് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും കിട്ടും. അപ്പോൾ ഞാൻ ഇറങ്ങാണ്. അയ്യോ രാത്രി പോട്ടെ, നേരം വെളുത്തിരിക്കാം. ബൈ ബൈ ബൈ.